ഇതുപോലെ നാട്ടിൻപുറത്ത് ഒരു നല്ലൊരു ആംബിയൻസ് ഇരുന്നൊരു ഫുഡ് കഴിച്ചെങ്കിൽ അത് നല്ല ചോറും മീനും കൂട്ടി ഉച്ചയ്ക്ക് ഒരു പിടുത്തം പിടിച്ചാലോ. അങ്ങനെ ഒരു ഹോട്ടലാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത്. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ കണ്ണൂർ കൂത്തുപറമ്പുള്ള അമ്മ മെസ്സാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് കൂത്തുപറമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു അമ്മ മെസ്സാണ്. ഇതൊരു റബ്ബർ മരത്തിനിടയ്ക്കൊരു പഴയ വീട്ടിലാണ് ഈ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കേരള മീൽസും ഫിഷും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നല്ല നാടൻ മീൽസാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട സ്പെഷ്യാലിറ്റി. അതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല അടിപൊളി ഫിഷ് ഫ്രൈ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇവിടെ നാടൻ സദ്യ എന്ന് പറയുമ്പോൾ ഇത്രയും ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. 1 2 4 5 6 ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സാമ്പാർ, മീൻകറി ഇതെല്ലാം ഉണ്ട്. കിച്ചടി ഉണ്ടായിരുന്നു, അച്ചാറുണ്ട്, ഒരു വറവുണ്ട്, പപ്പടം, സാമ്പാർ, മീൻകറി, പിന്നെ ഒരു എക്സ്ട്രാ സൈഡ് കറിയും കൂടി ഉണ്ടായിരുന്നു. ഇത്ര ഐറ്റംസൊക്കെ കൂട്ടി നല്ലൊരു ഹോംലി മീൽസ് തന്നെയാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അമ്മ മെസ് എന്ന് പറയുന്ന ആ പേര് പറയുന്ന പോലെ തന്നെ വീട്ടിലെ അമ്മമാരുണ്ടാക്കുന്ന ഒരു അടിപൊളി ഫുഡ് തന്നെ പറയും. അതുപോലെ തന്നെ മീൻ, അയക്കൂറ, ചെമ്മീൻ, ചിക്കൻ, അയല, അതുപോലെ ഓംലെറ്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് മാന്ത ഉണ്ടായിരുന്നു. അപ്പം ഇത് ഓരോ സീസൺ അനുസരിച്ച് മീൻ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഹോംലി ആയിട്ടുള്ള നല്ല കിടിലൻ ഒരു ഹോംലി മീൽസ് തന്നെയാണിത്. അപ്പം കൂത്തുപറമ്പ് നല്ല അടിപൊളി ഹോംലി മീൽസ് നോക്കുന്നവർക്ക് എന്തായാലും വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് നമ്മൾ കൂത്തുപറമ്പ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു അമ്മ മെസ്സ്. നല്ല വീട്ടിലുണ്ടാക്കുന്ന അമ്മമാരുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം കൂത്തുപറമ്പ് നല്ല അടിപൊളി ഫിഷ് ഫ്രൈ മീൽസ് നോക്കുന്ന ആൾക്കാർക്ക് എന്തായാലും വന്ന് മസ്റ്റായി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് അമ്മ മെസ്സ്. അപ്പം കൂത്തുപറമ്പുള്ളവർ എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു.